ഇതില് ഈ മൂന്നിലും ഏതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉപകാരപ്രദമായ കൊഴുപ്പിന്റെ കോശം എന്ന് പറയാൻ പറ്റുമോ? ഇതിലേതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്? സ്കിന്നിന്റെ അടിയിലുള്ളത്. കറക്റ്റ് ആണ്. ആ സ്കിന്നിന്റെ അടിയിലുള്ളതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ സ്കിന്നിന്റെ അടിയിലുള്ളത് 3 തരത്തിലാണുള്ളത്. ഈ 3 തരത്തിൽ ഏതാണ് നമുക്ക് നല്ലത് എന്ന് പറയാൻ പറ്റുമോ? വെറുതെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നല്ല ഉപകാരം ഉള്ളത് ഈ ഒരു ബ്രൗൺ അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നതാണ്. ഈ ബ്രൗൺ അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലേ ഉള്ളൂ. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കഴുത്ത് അല്ലെങ്കിൽ ഷോൾഡർ, നെക്കിലും ഷോൾഡറിലും, അതേപോലെ നമ്മുടെ ആന്തരികാവയവങ്ങളുടെ ചുറ്റും വളരെ കുറവാണ് ഇതുള്ളൂ. കൂടുതലും നമ്മുടെ ശരീരത്തിലുള്ളത് ഈ വൈറ്റ് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പോ നമ്മൾ ഈ ഒരു ബ്രൗൺ അഡിപ്പോസൈറ്റ് ആണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശരീരത്തിന് വേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്നത്? ആവശ്യമുള്ള ലൈക്ക് ഫുഡ് കിട്ടാതെയൊക്കെ വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. വളരെ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊഴുപ്പ് ശേഖരിക്കുന്നത്, അല്ലെ? അപ്പോ അങ്ങനെ ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രൗൺ അഡിപ്പോസൈറ്റ് ആണ്. ഈ ബ്രൗൺ അഡിപ്പോസൈറ്റ് ശേഖരിക്കുന്നതിനനുസരിച്ച് തന്നെ ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ വൈറ്റ് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത് ശേഖരിച്ച് വെക്കാറ് മാത്രമേ ഉള്ളൂ. അത്രയും നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ മരിക്കും എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ വൈറ്റ് അഡിപ്പോസൈറ്റിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ കൊഴുപ്പൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ വൈറ്റ് അഡിപ്പോസൈറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമുക്ക് പൊണ്ണത്തടിയും അല്ലെങ്കിൽ അമിതവണ്ണവും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ഈ ബ്രൗൺ അഡിപ്പോസൈറ്റ് എപ്പോഴും നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഈ കൊഴുപ്പിനെ നമുക്ക് എനർജിയാക്കി മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ്? ഓക്കെ, നിങ്ങൾക്കൊരു ക്ലൂ തരാം. നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു കോശം എന്താണ്? എനർജി ഉണ്ടാക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ സെൽസിന്റെ ഉള്ളിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ്. ഈ കാണുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. അപ്പോ ഈ ഒരു മൈറ്റോകോൺട്രിയ അധികമായി നമ്മുടെ ബ്രൗൺ സെൽസിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, അതിനുള്ളിൽ നിന്ന് എപ്പോഴും നമുക്ക് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ഏറ്റവും അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ സംരക്ഷിക്കുവാനും അതിൻ്റെ ഫങ്ഷൻ കൂട്ടാനും അതിന് ഡാമേജ് വരാതെ നമ്മൾ സൂക്ഷിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഫങ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്നതൊന്നും ഈ പറയുന്ന രീതിയിൽ നമുക്ക് കൊഴുപ്പ് കെട്ടിക്കിടക്കില്ല. ഇപ്പോ നമ്മൾ ചെറുപ്പത്തിൽ നല്ലോണം ഭക്ഷണം കഴിക്കാറുണ്ട്, അല്ലെ? ഒരു 10-18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെയൊക്കെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും അതൊന്നും നമ്മുടെ തടിമ കാണില്ല, അല്ലെ? അതൊക്കെ നമുക്ക് എനർജി ആയിട്ട് യൂസ് ആയിക്കൊണ്ട് പോകും, അല്ലെ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അത് നമ്മള് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അത് മാത്രമല്ല, ഇനി അങ്ങനെ അല്ലെങ്കിലും കൂടുതലും കുട്ടികൾക്ക് ഈ പിന്നെ ഇത് എത്ര കഴിച്ചാലും ഇത് പിന്നെ ഗ്രോയിങ് ഫേസിലോട്ട് പോകും. എന്താന്ന് വെച്ചാല് നമ്മളൊരു 20 പ്രായമാകുന്നത് വരെ നമ്മുടെ ഓരോ കോശങ്ങളുടെ ഉള്ളിലും ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തോളം ഉണ്ടാവും. 50,000 തൊട്ട് 1 ലക്ഷത്തോളം മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ വളരുന്ന പ്രായമാണ്, അല്ലെ? നമ്മുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും എനർജി ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ 20 വയസ്സ് വരെ അത്രയും അധികം മൈറ്റോകോൺട്രിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും അതൊക്കെ നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആ ഒരു 20-23 വയസ്സിന് ശേഷം നമുക്ക് ഗ്രോയിങ് ഫേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മെയിൻറ്റെനൻസ് ഫേസ് ആണ്, അല്ലെ? ഇപ്പൊ ഒരു വീട് പണിതെടുക്കാനുള്ള ഒരു amount ആണോ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് അത്ര ആവശ്യമാണോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് അത്രയും നമുക്ക് ഗ്രോയിങ് ഫേസിന് വേണ്ട അത്ര എനർജി എപ്പോ വേണ്ട? നമുക്ക് മെയിൻറ്റെനൻസ് ഫേസിന് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മൈറ്റോകോൺട്രിയ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു 20-23 വയസ്സ് കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു സമയമാകുമ്പോൾ പലരും തടിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ചെറുപ്പത്തിലും ഇത്രയും തന്നെയാണ് കഴിച്ചിരുന്നത്, തടിച്ചേരുന്നില്ലല്ലോ എന്ന് പറയും. ഒരു സമയം കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ, അത് ചിലവർക്ക് ഒരു 23 വയസ്സാവാം, ചിലവർക്ക് 30 വയസ്സാവാം, ചിലവർക്ക് 28 വയസ്സാവാം. പെട്ടെന്നായിരിക്കും ആ ഒരു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നത്. ഈ മൈറ്റോകോൺട്രിയ കുറയാനുള്ള മറ്റൊരു പ്രധാന കാരണം മെന്റൽ സ്ട്രെസ്സാണ്. ഭയങ്കരമായിട്ട് ഇമോഷണൽ സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ ഫിസിക്കലായി തന്നെ ഭയങ്കര ഒരു കഷ്ടപ്പാടിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മൈറ്റോകോൺട്രിയ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, പിന്നെ തീരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളോട്, പെൺകുട്ടികളോട് പറയാറുണ്ട്, ഒരു പ്രസവം കഴിഞ്ഞാലൊക്കെ അത് ശരിയായിക്കോളും എന്ന് പറയാറുണ്ട്, ഇല്ലേ? കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ വളരെ ശരീരത്തെ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് പ്രസവം എന്ന് പറയുന്നത്, അല്ലെ? മെന്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും വളരെയധികം ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പീരിയഡാണ്, ഒരു സ്റ്റേറ്റാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മൈറ്റോകോൺട്രിയകൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് കഴിക്കുന്നതൊക്കെ തന്നെ കഴിക്കുന്നത് പിന്നെ എന്തില്ല, എനർജി ആവാൻ അല്ലെങ്കിൽ എനർജി ആക്കി ഉണ്ടാക്കാൻ പവർ ഹൗസുകളില്ല, ഈ മൈറ്റോകോൺട്രിയ അല്ല. അതുകൊണ്ട് അത് ശരീരത്തിൽ തന്നെ ശേഖരിച്ചു വെക്കും. ഇതൊരു കാരണമാണ്. മറ്റൊരു കാരണം ഈ മൈറ്റോകോൺട്രിയക്ക് വരുന്ന ഡാമേജുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഉണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? അറിയില്ല, മറന്നുപോയി. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു വേസ്റ്റ് ആണ്. അപ്പൊ നമ്മള് പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് എനർജി ആയി മാറുന്ന സമയത്ത് സാധാരണ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ആണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൽ നിന്ന് കുറച്ചൊരു വേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് വിറക് കത്തിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ ആ വിറക് കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് നല്ല തീ കിട്ടും, ചൂട് കിട്ടും, അതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അതിന്റെ ഒരു വേസ്റ്റ് ആണ് ഈ വരുന്ന പുകപടലങ്ങള് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വെണ്ണീറൊക്കെ, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ മൈറ്റോകോൺട്രിയയിൽ ഉള്ളിലോട്ട് പോയി അതിന്റെ ഉള്ളിൽ നിന്ന് എനർജി ആയി മാറുന്ന സമയത്ത് സാധാരണ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ആണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്.
ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നോ അതിനനുസരിച്ചിരിക്കും അതിനുള്ളിൽ നിന്നും എത്ര വേസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിറക് കത്തിക്കുന്ന സമയത്ത് നല്ലോണം പൊടിപടലങ്ങൾ ഉണ്ടാവും, നല്ലോണം പുക ഉണ്ടാകും, അതേപോലെ വെണ്ണീറും ഉണ്ടാവും. പക്ഷെ നമ്മൾ LPG ഗ്യാസ് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഇത്രയും പുക ഉണ്ടാവോ? നമ്മൾക്ക് നല്ല തീ കിട്ടും, നല്ല ചൂടുള്ള തീ കിട്ടും, പക്ഷെ ഇത്രയധികം വേസ്റ്റ് കാണില്ലല്ലോ. ഇല്ല, വേസ്റ്റ് ഉണ്ട്, അതിനർത്ഥം വേസ്റ്റ് ഇല്ല എന്നല്ല, അല്ലേ? അതെ. അപ്പൊ വേസ്റ്റ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? എഫിഷ്യന്റ് ഫ്യൂൽ എന്ന് പറയും. എന്ന് വെച്ചാൽ ആ വാങ്ങിയതിനുള്ള ഗുണം, അല്ലെങ്കിൽ അത് ഈ കിട്ടുന്ന ഒരു കാര്യത്തിൽ നിന്നും എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ എഫിഷ്യൻസി എന്ന് പറയാം, അല്ലെ? അത് നമുക്ക് കൂടുതലും നല്ല കാര്യങ്ങളാണ് തരുന്നത്. ഇപ്പോ ഈ വിറക് തരുന്നില്ല എന്നല്ല, എന്നാലും അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വേസ്റ്റും വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡുകളും നമ്മുടെ മൈറ്റോകോൺട്രിയക്ക്. ഇപ്പൊ രണ്ട് തരം ഫുഡിൽ നിന്നും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിൽ നിന്നും ഭയങ്കര അധികമായിട്ട് വേസ്റ്റ് ഉണ്ടാവും, മറ്റൊന്നിൽ നിന്ന് വേസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ വേസ്റ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതാണ്? വേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണ്? നിങ്ങൾ പറയും. ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഒരു എഫിഷ്യന്റ് ഫ്യൂൽ അല്ല. ഷുഗേഴ്സോ അല്ലെങ്കിൽ കാർബ്സോ ഒന്നും തന്നെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ അല്ല. ഓഫ്കോഴ്സ് അതിൽ നിന്ന് എനർജി കിട്ടും എന്ന് വെച്ചാൽ അതെന്തല്ല, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഫ്യൂൽ അല്ല. ഇപ്പോ വണ്ടികൾ പോലും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡീസലിന് കൂടുതലായിട്ട് പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഡീസൽ വണ്ടികൾ അടിപൊളിയായിട്ട് ഓടും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് പൊല്യൂഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ കാർബ്സ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഷുഗേഴ്സ് എടുക്കുന്ന സമയത്തോ എനർജി കിട്ടും എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ നിന്ന് ഡാമേജ് കൂടുതലാണ്. ഇനി അതേ സമയത്ത് നമ്മൾ ഫാറ്റ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്, അതിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്, അതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളും കുറവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഇൻ ദ ലോങ് റൺ, നമ്മൾ ഒരു നീണ്ട കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ ചെയ്യാൻ നോക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംരക്ഷിച്ച് വെക്കാൻ നോക്കുകയാണ്. അപ്പോ മൈറ്റോകോൺട്രിയന്റെ ഉള്ളിൽ നിന്നാണ് ഈ വേസ്റ്റുകൾ തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് ആർക്ക് തന്നെയാണ്? മൈറ്റോകോൺട്രിയക്കാണ്. മൈറ്റോകോൺട്രിയക്ക് ഡാമേജ് വന്നതിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള ഭാഗങ്ങൾക്കും ഡാമേജ് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതും നമ്മുടെ ചർമ്മത്തെ ഒരു പ്രായമാക്കുന്നതും അല്ലെങ്കിൽ മുടി നരക്ക് കാരണമാകുന്നതും മുടി കൊഴിച്ചിലിന് കാരണമാകുന്നതും എല്ലാറ്റിനും അതിന്റെ ഒരു റൂട്ട് കോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റുകൾ തന്നെയാണ്, ഫ്രീ റാഡിക്കൽസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വേസ്റ്റ് അധികം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് അല്ലെങ്കിൽ ഫ്യൂൾസ് നമ്മൾ കഴിക്കാതിരിക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തില് DNA എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അല്ലെ? DNA എന്താണ്? DNA ആണോ? ആ, പാരമ്പര്യം നമുക്ക് കിട്ടുന്ന ജനറ്റിക്. കറക്റ്റ്. അപ്പൊ നമ്മുടെ DNA എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ പല്ലിന്റെ ഷേപ്പ്, സൈസ്, കണ്ണിന്റെ നിറം, പീലിയുടെ വലുപ്പം, അല്ലെങ്കിൽ മുടിയുടെ എണ്ണം, അത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? അതെ. ഈ DNA എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും റെപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ കോപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ DNA എന്ന് പറയുന്നത് ഒരു കോപ്പി ഉണ്ടാക്കിയതിനു ശേഷം ഈ DNA നശിച്ചു പോകും.
പിന്നെ ഈ DNA ഒരു കോപ്പി ഉണ്ടായതിനു ശേഷം ഈ DNA നശിച്ചു പോകും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് ബാധിക്കില്ല? പ്രായം എന്ന് പറയുന്നത് ബാധിക്കില്ല. അപ്പോൾ ഈ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ സാധാരണയായിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്? ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ട്, വളരെ ചെറിയ എറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ എറർ എന്താകുന്നുണ്ട്? ഈ DNA എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കൺഫ്യൂഷൻ ഒന്നും ആവുന്നില്ലല്ലോ? ഇല്ല. അപ്പോ ഈ DNA ഡാമേജ് ആവുന്ന ഒരു കാര്യമാണ് എന്ത്? ഈ DNA ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? വേസ്റ്റുകൾ അധികം വരുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നതും ഷുഗർ ഡയറക്റ്റ് ആയിട്ടും തന്നെ DNA ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ക്യാൻസറിന് ഒരു വലിയ കാരണം സാധാരണ പറയാറുണ്ട്, പിന്നെ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഫോണിന്റെ ടവറിൽ നിന്നുള്ള റേഡിയേഷൻ ഒക്കെ ക്യാൻസറിന് ഒരു കാരണമാവാറുണ്ട് എന്ന് പറയാറുണ്ട്, അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ അത് മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഈ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യാണ്? ബാധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരു എറർ വരെയാണ്. ഇതിനെ തടയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ വിറ്റമിൻ B കോംപ്ലക്സ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വേസ്റ്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മുടെ ശരീരം ക്ലീൻ ആക്കും എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതേപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള DNA നമ്മുടെ ശരീരം ക്ലീൻ ചെയ്ത് കളയും. അപ്പൊ പിന്നെ അടുത്ത് കോപ്പി ചെയ്യാൻ പറ്റുന്നത് നല്ല DNA അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള DNA മാത്രമായിരിക്കും അടുത്ത് കോപ്പി ചെയ്യാൻ ശരീരം വെച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഡാമേജ് ആയതിനൊന്നും കോപ്പി ആവാൻ വിടില്ല. അതിനൊക്കെ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് വിടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻ ദി എൻഡ് നമ്മൾ ഡയറ്റ് എടുക്കുകയാണെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുന്നതും ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണമാണ് ഈ കാണുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെയും അത് പെട്ടെന്ന് യൂസ് ചെയ്ത് കളയും. അപ്പോ ഏതാണ് നല്ലത് എന്ന് പറഞ്ഞത്? ഇത് ഈ മൂന്നിലും ഏതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്? ബ്രൗൺ ആണ്. അപ്പോ ഈ ബേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന മൂന്നാമത്തേത് എന്താണ്? ബേജ് അഡിപ്പോസൈറ്റ് എന്താണ്? നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നല്ല ഫുഡുകൾ എടുക്കുന്ന സമയത്തോ എന്താകും? ഈ വൈറ്റ് പതുക്കെ ബ്രൗണിലോട്ട് മാറാൻ നോക്കും. എന്തിന്? ഇതിനുള്ളിലുള്ള കൊഴുപ്പൊക്കെ യൂസ് ചെയ്ത് കളയണ്ടേ. ആ ഒരു സമയത്ത് ഈ വൈറ്റ് മാറുന്നതാണ് ഈ ബേജിലോട്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മഗ്നീഷ്യം ഒക്കെ എടുക്കുകയാണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ മഗ്നീഷ്യം ഈ മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷനെ നന്നായി കൂട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് അറിയില്ല, ഇപ്പോൾ സയൻസ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ഈ ഒരു പിന്നെ ഒന്ന് ഗട്ട് ബാക്ടീരിയ, മറ്റൊന്ന് ഈ മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷനെ എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോ പലതരത്തിലുള്ള മെഷീനുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ മൈറ്റോകോൺഡ്രിയയുടെ ഫങ്ഷൻസിനെ കൂട്ടുന്ന ഒരു മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ മൈറ്റോകോൺഡ്രിയൽ ഹെൽത്തിനനുസരിച്ചിരിക്കും. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ
അങ്ങനെയാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അതിൽ നിന്നും സംരക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതിന്റെ പേരെന്താണ്? ഓർമ്മയുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ തടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആന്റി ഓക്സിഡൻസ്. കറക്റ്റ്. അപ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അത്രയും അധികം നമ്മുടെ ഫുഡുകളിലും കാര്യങ്ങളിലൊക്കെ ഉള്ളതാണ്. ഫ്രൂട്ട്സിലൊക്കെ നല്ല നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട്. എത്രയോ പല തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. കൊഴുപ്പ് എന്ന് പറയുന്നതും ശരിക്കും നല്ലൊരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ മീനെണ്ണ ഗുളിക എന്ന് പറയാറില്ലേ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ നല്ല സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ തന്നെ നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഫ്രീ റാഡിക്കലിന്റെ ഡാമേജ് എന്ന് പറയുന്നത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. നമ്മുടെ ശരീരത്തിനെ ദ്രവിപ്പിച്ച് കളയാണ്, പതുക്കെ പതുക്കെ അതിനെ ദ്രവിപ്പിച്ച് കളയാണ്. അപ്പൊ പണ്ട് കാലത്ത് ഫ്രിഡ്ജുകളൊക്കെ ഇല്ലാത്ത കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ എന്ത് ചെയ്യും, യൂറോപ്യൻ നാടുകളിലൊക്കെ മാംസങ്ങളെ എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ ഒരു 3 മാസം 4 മാസമൊക്കെ എടുത്തു വെക്കാൻ അവരെന്താ ചെയ്യാന്നറിയോ? നെയ്യ് അല്ലെങ്കിൽ ബട്ടർ പൊതിഞ്ഞു വെക്കും. അതിന്റെ ചുറ്റും എന്തായിരിക്കും? നെയ്യ് എടുത്ത് പൊതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സംരക്ഷിക്കുന്ന, അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ കൊഴുപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ ശരീരത്തില് നാച്ചുറൽ ആയിട്ട് വളരെ നല്ല 2 ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന നല്ല 2 ആന്റി ഓക്സിഡൻസ് ആണ്. ഏതാണ്? പറഞ്ഞോളൂ, ട്രൈ ചെയ്തോളൂ. ഒന്ന് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് കേട്ടിട്ടുണ്ടോ? യൂറിക് ആസിഡ് ശരിക്കും ഒരു വില്ലനല്ലേ? നമ്മുടെ ശരീരത്തിന് നല്ലത് ചെയ്യുമോ? നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതെപ്പോഴാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്, മോശമായിട്ട് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. യൂറിക് ആസിഡ് ശരിക്കും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാത്തയോൺ കേട്ടിട്ടുണ്ടാവും? ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഫേമസ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സംരക്ഷിക്കാൻ നോക്കണം. അപ്പോ ഇതിനിയും മനസ്സിലാക്കും തോറും നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ആരോഗ്യപരമായി കഴിക്കാൻ ഇനിയും ഒരു പ്രചോദനമാവും എന്നുള്ള നിലക്കാണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ പേഴ്സണൽ ആയിട്ടുള്ളത് ചോദിക്കണ്ട. നിങ്ങൾക്ക് അത് ഡയറ്റീഷ്യന്റെ അടുത്ത് വോയിസ് നോട്ട് അയച്ചാലോ ഞാൻ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സ് അതിന് ഉത്തരം നൽകുന്നതാണ്. ഇതിന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ടാബ്ലറ്റ് കൊണ്ട് ഉള്ള ഉപകാരം എന്തൊക്കെയാണ്? എന്തിന്റെയാണ്? മാഗ്നീഷ്യം ടാബ്ലറ്റിന്. മഗ്നീഷ്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷനെ നന്നായിട്ട് കൂട്ടും. മറ്റൊന്ന് വിറ്റമിൻ ഡി അതിന്റെ കൃത്യതയിൽ നമ്മുടെ ശരീരത്തിൽ എത്തി അതിന്റെ ഫങ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷനും യൂസേജിനും വളരെ പ്രധാനമാണ് മഗ്നീഷ്യം. നമ്മുടെ ശരീരത്തിൽ 400-4000 അതിലധികം പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മഗ്നീഷ്യം. ഇപ്പോ നമ്മളൊരു വണ്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാ? അതിന് എഞ്ചിൻ ഉണ്ട്, അതിന് ഹാൻഡിൽ ഉണ്ട്, ടയർ ഉണ്ട്, പിന്നെ ടാങ്ക് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഈ എഞ്ചിന്റെ ഉള്ളിലുള്ള
ഒരു ഗിയറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയോ? അതാരെങ്കിലും ഓർക്കുവോ? ഇല്ല. ഇല്ല. പക്ഷെ ആ ഗിയർ ഇല്ലെങ്കിൽ ആ എഞ്ചിന് വർക്കാവോ? ഇല്ല. ചിലപ്പോൾ വർക്കായിന്ന് വരാം. പക്ഷെ എന്തായാലും അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇടയിൽ പിന്നെ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫ്യൂല് പിന്നെ എനർജിയായി കൺവേർട്ട് ആകാത്തത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതേപോലെ തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ആയിക്കൊണ്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാർട്ട് ആണെങ്കിലും ശരി അല്ലെ, എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മളിപ്പോ കൈ ഒന്ന് ഇങ്ങനെ ആക്കുന്നത് എന്താണ്? കോൺട്രാക്ഷൻ ആണ്. ഇവിടെ കോൺട്രാക്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മസില് റിലാക്സ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്താവശ്യമുണ്ട്? പലതരത്തിലുള്ള മോളിക്യൂൾസ് ആവശ്യമുണ്ട്. ഇപ്പൊ കോൺട്രാക്ഷൻ ആവശ്യമുള്ളതൊക്കെയാണ് സോഡിയവും കാൽഷ്യം ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നമ്മൾ ഉപ്പില്ലാതെ നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കാറില്ല. അതുകൊണ്ട് സോഡിയം എപ്പോഴും കിട്ടുന്നുണ്ട്. ഇനി കാൽഷ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലിൽ നിന്ന് അത് എടുക്കും. നല്ല കാര്യമല്ല, പക്ഷെ എല്ലിൽ നിന്ന് അത് എടുക്കും അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് റിലാക്സ് ആവാന് നമുക്ക് പൊട്ടാഷ്യം ആവശ്യമാണ്, മഗ്നീഷ്യം ആവശ്യമാണ്. നമുക്ക് അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങളിലോ നമുക്ക് അത്ര അധികം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുറവുമാണ്. മാത്രമല്ല കൊഴുപ്പ് അധികമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വൈറ്റ് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നതും ഈ കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്ന പ്രോസസ്സിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മസിൽ കോച്ച് പിടിക്കുന്നത്. അല്ലെങ്കിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടുതലായിരിക്കും. ഹാർട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടക്കടക്കാന്ന് അടിക്കണ പോലെ ഉണ്ടാവും. അപ്പോ പലരും എന്താണ് പേടിക്കുക? ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ പേടിച്ചു പോകും. പക്ഷെ അത് വെറും എന്തായിരിക്കും? അതിന് റിലാക്സ് ആവാനുള്ള അതും കോച്ച് പിടിക്കുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. മഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ പാൽപിറ്റേഷൻസ് ഇല്ലാത്ത എത്രയോ കേസുകളുണ്ട്. അതേപോലെ കണ്ണിന്റെ ഈ ഒരു പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ടിംഗ്ലിംഗ് സെൻസേഷൻ വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ മിടിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ സംശയിക്കാവുന്നതാണ് മഗ്നീഷ്യത്തിന്റെ കുറവാണ് എന്നുള്ളതൊക്കെ. പക്ഷെ മഗ്നീഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഗ്നീഷ്യം കൂടുതലും നിങ്ങൾക്ക് സീ ഫുഡിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. നിങ്ങൾ കക്ക അല്ലെങ്കിൽ ക്രാബ്സ്, ഞണ്ട് അല്ലെങ്കിൽ ചെമ്മീന്, അങ്ങനെയുള്ള ഷെൽ ഫിഷുകളിൽ നിന്ന് വളരെ നന്നായിട്ട് കിട്ടുന്ന കാര്യമാണ്. അതിനൊക്കെ അത്രയും ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നതും ഇതുപോലെയുള്ള മിനറൽസ് തന്നെയാണ്. ടാബ്ലറ്റ് ഡെയിലി എടുക്കാം. ടാബ്ലറ്റ്സ് ഡെയിലി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ല, ഞാൻ ഡെയിലി എടുക്കുന്ന ഒരു കാര്യമാണ്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് വേറെ സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ല. അതൊക്കെ നമുക്ക് ലൈഫ് ലോങ് എടുക്കാവുന്നതാണ്. ഭയങ്കര ഒരു എനർജി ബൂസ്റ്ററാണ്. ഒരു നല്ലൊരു തെളിവുണ്ടാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിലിരുന്നിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫിസിക്കൽ എക്സസൈസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ അളവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു ദിവസം നമുക്ക് 500 ഗ്രാം mg വരെ എടുക്കാം. സിട്രേറ്റ് ആണെങ്കിൽ, ഗ്ലിസിനേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഓക്സൈഡ് എടുക്കരുത്. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ആണ് നമുക്ക് ശരീരത്തിന്. ഗ്ലിസിനേറ്റ് എടുക്കാം, അല്ലെങ്കിൽ സിട്രേറ്റ് എടുക്കാം, അല്ലെങ്കിൽ തിയോനേറ്റ് എടുക്കാം, മാലേറ്റ് എടുക്കാം. കുറേ അധികം ഉണ്ട്. ഏറ്റവും നല്ലത് ഗ്ലിസിനേറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഇട്ട് തരും. പിന്നെ നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ ഈ മൾട്ടി വിറ്റാമിന്റെ ടാബ്ലറ്റ് നിർബന്ധമായിട്ട് എടുക്കണോ? നിങ്ങൾ അത് എല്ലാവർക്കും നിർബന്ധമല്ല. പക്ഷെ പലവർക്കും വിറ്റമിൻ ഡി വളരെ കുറവായിരിക്കും. വളരെ കുറവുള്ളവർക്ക് ഇപ്പോൾ ഈ 30ന്റെ കുറവോ അല്ലെങ്കിൽ 25ന്റെ താഴെയുള്ളവർ എടുക്കുകയാണെങ്കിൽ കുറവുണ്ടാകുമ്പോ നമുക്ക് എന്തായിട്ടാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുക? വെയിറ്റ് കുറയാതിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ ഉറക്കമില്ലായ്മ ഉണ്ടാവാം, മുടി കൊഴിച്ചിൽ ഉണ്ടാവാം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാം, മസിൽ കോച്ച് പിടിക്കാം. അതൊക്കെ നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വെയിറ്റ് കുറയാതിരിക്കും. എങ്ങനെയാണ് വിറ്റാമിൻ ഡി എങ്ങനെയാണ് കഴിക്കേണ്ടത്? വിറ്റമിൻ ഡി നിങ്ങൾ പിന്നെ 20ലും അല്ലെങ്കിൽ 30ലും താഴെയാണെങ്കിൽ ആഴ്ചയിൽ 1 വെച്ചിട്ട് 60,000 യൂണിറ്റിൻ്റെത് അതൊരു 2 മാസം കഴിക്കുക. അതിനുശേഷം മാസം 1 വെച്ചിട്ട് കഴിക്കാം. 2 മാസം വീക്കെൻഡിൽ 1 കഴിക്കാം, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് മാസത്തിലൊരിക്കൽ 1 കഴിക്കാം. കറക്റ്റ്. 20 mg
60,000 60,000. 60,000 ആ, IU സർ. ഇന്റർനാഷണൽ യൂണിറ്റ്. ഓക്കെ. സാറേ ഈ ആപ്പിൾ വിനിഗർ എത്ര മാസം ഉപയോഗിക്കേണ്ടി വരും സാറേ? നല്ല ആപ്പിൾ ഗ്യാസിന്റെ പ്രശ്നം. വിനെഗർ നിങ്ങൾക്ക് മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് തുടരാവുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുമ്പോൾ തൈറോയ്ഡ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കും കഴിക്കാൻ പറ്റുമോ? ഗ്ലൂട്ടാത്തയോൺ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഏത് രോഗത്തിനും നല്ലതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മഗ്നീഷ്യം പോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ശരീരത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസിനും കൈയിടുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ. അല്ല അതിന്റെ ടാബ്ലറ്റ് ഉണ്ടാവില്ലല്ലോ. എങ്ങനെയാണ്? അതിന്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോ സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടോ ഈ സൈഡ് ഗ്ലൂട്ടാത്തിയോൺ? എഫക്ട്സ് ഉണ്ടാവില്ല കേട്ടോ. സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അതിന്റെ ഡോസ് എങ്ങനെയാ? ഡോസ് ഒരു ദിവസം ഒരു 200-300 mg വരെ കഴിക്കാം. ഡോക്ടർ, ഈ ടാബ്ലറ്റ്സിന് എഫക്റ്റ് ഇല്ല, IV ആണ് എഫക്റ്റ് എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ്? എന്തായിരുന്നു മാഡം? ഡോക്ടർ, IV ആണ് നല്ലത്, ഈ ടാബ്ലറ്റ്സ് എഫക്റ്റീവ് അല്ല എന്നിങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. പല കേസുകളിലും IV ആണ് നല്ല. ഇപ്പൊ കൂടുതലും IV എഫക്റ്റ് നോക്കുന്നത് ചർമ്മത്തിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുന്ന സമയത്ത് IV എടുക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ ടാബ്ലറ്റ്സ് എടുക്കാതിരിക്കുന്ന ഒരു സംഭവം കൂടുതലും നമുക്ക് പണ്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് സോറിയാസിസ് ആയിരുന്നു. ഭയങ്കര വലിയൊരു രീതിയിലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഫസ്റ്റ് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു നോക്കി. പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല. കാരണം എന്താണ്? അവരുടെ ദഹനം നടക്കുന്നില്ല. ഒന്നാമത് അവരുടെ ദഹനം നടക്കുന്നില്ല. ഉള്ളിലുള്ള കുടലും കാര്യങ്ങളൊക്കെ തന്നെ വീങ്ങിക്കെടുക്കുകയാണ്, ഇൻഫ്ലെയിംഡ് ആണ്. അവർക്ക് IV കിട്ടുകൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടന്നു. അപ്പൊ അങ്ങനെ റെയർ കേസുകളിലാണ്. അല്ലാത്തവർക്കൊക്കെ ദഹനമൊക്കെ ഓക്കെയാണ് എന്നുള്ളവർക്കൊക്കെ ഗ്ലൂട്ടാത്തയോൺ ഓറലി എടുത്താൽ മതി, ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ എടുത്താൽ മതി. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. ഞാൻ രാവിലെ ഈ ഫാസ്റ്റിംഗ് എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് തലവേദന അവസ്ഥയാണ്. അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് മാറും. അപ്പൊ ഈ ഫാസ്റ്റിംഗ് എനിക്ക് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ മൈഗ്രെയിന് 90% വരുന്നത് നമുക്ക് ദഹന പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ്. ഒന്നുകിൽ ഹൈപ്പർ അസിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ആവാം. അപ്പോ മാഡം ഇപ്പൊ ചെയ്യേണ്ടത് അതിനുള്ള ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യുക, ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം വിറ്റമിൻ ഡിയും മഗ്നീഷ്യം കഴിക്കുക കേട്ടോ. നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. വിറ്റമിൻ ഡി എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോ 25 താഴെയായിരുന്നു. അപ്പൊ ഞാൻ മരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, 2 മാസം മരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഇനി മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിക്കാതിരിക്കണ്ട. നമ്മളിപ്പോ വെയിലൊന്നും കൊള്ളുന്നില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതൊരു 50-60 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തോളും, ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തോളും. അതുപോലെ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ബാക്ക് പെയിനും ഉണ്ട്. സിസേറിയൻ ആയിരുന്നു ഡെലിവറി. അതിനുശേഷം എനിക്ക് ബാക്ക് പെയിൻ കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാഡം വർക്ക്ഔട്ട് ചെയ്യണ്ട. മാഡം ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് നമ്മൾ ബാക്ക് നടുവേദനക്ക് മാത്രമുള്ള ഒരു എക്സസൈസ് ഉണ്ട്, ബെഡിൽ കിടന്നിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. അത് മാത്രം ചെയ്യുക കേട്ടോ. രാവിലെ രാത്രിയായിട്ട് അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് നിർത്താം. പിന്നെ താങ്ക് യു എവരിവൺ. ഇത്രയും നേരം കൂടെ നിന്നതിനും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത്രയും പ്രയത്നിക്കുന്നതിനും ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു എവരി വൺ. ഇനിയും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യനോടൊന്ന് വോയിസ് നോട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടേഴ്സ് അതിന് ഉത്തരം നൽകുന്നതാണ്. എന്തായാലും താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച കാണാം മറ്റൊരു
രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നല്ലൊരു അറിവിനെ കുറിച്ച് നമുക്ക് കാണാം. താങ്ക് യു എവരിവൺ. ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.